ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് എൻ്റെ നിഷാന്തിൻ്റെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. 4 വർഷം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ് ഞങ്ങൾ. അപ്പം ഇന്ന് അത്രയൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു ഡിന്നർ ഞാനും നിഷാന്തും പിന്നെ നമ്മുടെ കുഞ്ഞുവാവ സ്പെഷ്യൽ ഗസ്റ്റ് വേദു പിന്നെ നിഷാന്തിൻ്റെ ഫാമിലിയും കൂടെ ആയിട്ട് നമ്മളൊരു ചെറിയ ഡിന്നറിന് പോകുന്നുണ്ട്. അപ്പം അതും പ്രമാണിച്ചൊരു സ്പെഷ്യൽ വ്ളോഗ് ഞാൻ ചെയ്യാന്ന് വെച്ചു. അമ്മ എന്റെ വ്ളോഗിന് അച്ഛൻ അങ്ങനെ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഗുരുഗ്രാം വരെ 2 മണിക്കൂറുള്ള യാത്രയായിരുന്നു. അത്യാവശ്യം നമ്മൾ ലേറ്റായി, കാരണം നമ്മൾ 5 മണിക്കാണ് ഇറങ്ങിയത്. നമ്മൾ ബുക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റ് ബാർബിക്യൂ ടൈംസ് ആയിരുന്നു. അപ്പം നമ്മളവിടെ എല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ആയിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വഴിയിൽ നല്ല ട്രാഫിക് കിട്ടി, കാരണം നമ്മൾ ഓഫീസ് ടൈമിലായിരുന്നു പോയത്. അപ്പം നല്ല ട്രാഫിക് കിട്ടി. കണ്ടോ, നല്ല ട്രാഫിക് ഉണ്ട്. ഇല്ല, പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ടിഫിൻ കൂടെ എടുക്കണ്ടേ അതില്? ഗ്യാസിനോട് എടുത്തിട്ട് വരാം. അത് ബുഫേ അല്ലേ? ബുഫേ ആണെന്ന് തോന്നുന്നു നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത. ഹലോ 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 അങ്ങനെ 2 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം പപ്പ കണ്ടുപിടിച്ച ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഡെസ്റ്റിനേഷനിലേക്ക് മതിയായോ? അങ്ങനെ നമ്മൾ കുറച്ചധികം സമയം കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാണ്. ദ ബാർബിക്യൂ ടൈംസിലേക്ക്. ഇതാ നിങ്ങൾ കണ്ടോ, ദൂരെ എഴുതിയിരിക്കുന്ന ബാർബിക്യൂ ടൈംസ്, അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവരും നല്ല ക്ഷീണമായിരുന്നു, കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് പോകുന്ന വേദുവിനെ കണ്ട്. വേദുവിൻ്റെ ഫേവറേറ്റ് സ്ട്രോളറിൽ ഇരുന്നേക്കുവാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് എൻട്രി ചെയ്യണം. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണ്. അത്യാവശ്യം കുറച്ചൊരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയത്. 7-7:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. അതിന് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ അകത്താണ്, ഇതൊരു മോളായിരുന്നു, അതിൻ്റെ അകത്തായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ വേദുവിനെ കൊണ്ടൊക്കെ പോകാമെന്ന്. വേദുവിന് കുഴപ്പമൊന്നുമില്ല, അവൻ മര്യാദയ്ക്ക് ഇരുന്നു, വണ്ടിയിലൊക്കെ കളിച്ചൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. ഈ സ്ട്രോളർ ഭയങ്കര ഉപകാരമായിരുന്നു, കാരണം നമുക്ക് അവനെ എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ അവനിപ്പോൾ ശീലമായി അതിനകത്തിരുന്ന്.
അങ്ങനെ നമ്മൾ കയറുവാണ്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ഇല്ല, എൻ്റെ ഫാമിലി നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പം ആ ദിവസമാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അവരെ. അപ്പം നമ്മൾ നമ്മുടെ നിഷാൻ്റെ അച്ഛനും ഞാനും നിഷാന്തും മേരി ചേച്ചിയുടെ ഹസ്ബൻഡും കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. എന്ത് നല്ല ഭംഗിയാന്ന് നോക്ക്. ഞാൻ ആദ്യമായിട്ടായിരുന്നു, ഞാൻ ബാർബിക്യൂ നേഷനിൽ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ബുഫേ സിസ്റ്റമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. അമ്മ ഓടിക്കും. എന്താണ് എടുത്തേക്കുന്നത്? മട്ടൻ ബിരിയാണി, ചിക്കൻ മുഗളൈ. വെജൊന്നും കഴിക്കണ്ടേ? എല്ലാം എടുത്തല്ലോ. സർപ്രൈസ് ഇവിടെ. ഞാനാണ് സർപ്രൈസ്. അമ്മ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ഫുഡ് നല്ലായിരുന്നു. അച്ഛ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് വന്നായിരുന്നു. എന്തൊക്കെ കഴിച്ചു? എല്ലാം കഴിച്ചു. പേര് ചിക്കൻ കഴിച്ചു, ചിക്കൻ കാല് കഴിച്ചു, ചിക്കൻ വിങ്സ്, പിസ്സ, ജിലേബി, പനീർ. സോ നമ്മൾ വീട്ടിൽ വന്നേക്കുവാണ്. വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നേക്കുവാണ് അല്ലേ? നല്ല വലിയ യാത്രയായിരുന്നു. 2 മണിക്കൂർ യാത്രയായിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ 2 മണിക്കൂർ എടുത്തു. വന്നപ്പോൾ എളുപ്പം തോന്നി. സമയം എത്രയായി? 12 മണിയായി. വെഡിങ് ആനിവേഴ്സറി നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. നല്ല ഷാപ്പാടടിച്ചു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എൻ്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ കഴിക്കായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടും നമുക്ക് കഴിക്കാൻ പറ്റിയത്. ഞാൻ കഴിച്ചു, അത്യാവശ്യം ഞാൻ കഴിച്ചു, പക്ഷെ നിഷാന്തത്ര കഴിച്ചില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. അങ്ങനെ എല്ലാം കഴിച്ചു.